പ്രഭാസിൻ്റെ രാജാസാബ് സിനിമയുടെ ടീസർ പുറത്തു വന്നിട്ടുണ്ട്. ടീസർ കണ്ടിട്ട് ഒരു ആവറേജ് ഫീലാണ് കിട്ടിയത്. ഇന്ത്യൻ സിനിമയിൽ വരുന്ന സ്ഥിരം ഹൊറർ സിനിമകളിലെ അതേ ഒരു പാറ്റേൺ തന്നെയാണ് ഈ ഒരു ടീസർ കാണുമ്പോൾ മനസ്സിലാവുന്നത്. പ്രഭാസിൻ്റെ കഥാപാത്രവും മറ്റുള്ള കഥാപാത്രങ്ങളൊക്കെ ഒരു ബംഗ്ലാവിൽ കുടുങ്ങുന്നതും അവിടെയുള്ള പ്രേതങ്ങൾ ഇവരെ പേടിപ്പിക്കുന്നതൊക്കെ തന്നെയാണ് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് മനസ്സിലാവുന്നത്. ഇന്ത്യയിൽ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ള ഹൊറർ ചിത്രങ്ങളിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ചിത്രമാണ് രാജാസാബ് എന്ന സിനിമയുടെ ടീം ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡിസംബർ 5-നാണ് സിനിമയുടെ റിലീസ്. ഇനി കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോവാം. റോന്ത് സിനിമയുടെ 3 ദിവസത്തെ കേരള കളക്ഷൻ 2,26,00,000 പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയുടെ 38 ദിവസത്തെ കേരള കളക്ഷൻ 17,27,00,000. നരിവേട്ട സിനിമയുടെ 24 ദിവസത്തെ കേരള കളക്ഷൻ 16,94,00,000. ഡിറ്റക്റ്റീവ് വിജിലൻസ് സിനിമ 24 ദിവസം കൊണ്ട് 4,81,00,000 കേരള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ നേടിയിരിക്കുന്നത്. മിഷൻ ഇംപോസിബിൾ സിനിമയുടെ 30 ദിവസത്തെ കേരള കളക്ഷൻ 3,91,00,000. ആഭ്യന്തര കുറ്റവാളി സിനിമയുടെ 10 ദിവസത്തെ കേരള കളക്ഷൻ 3,78,00,000. വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുടെ 3 ദിവസത്തെ കേരള കളക്ഷൻ 1,63,00,000. ടൊവിനോ തോമസ്, ഡിജോ ജോസ് ആൻ്റണി ചിത്രമായ പള്ളിച്ചട്ടമ്പി എന്ന സിനിമയുടെ ചിത്രീകരണം ഈ ആഴ്ചയിൽ തുടങ്ങേണ്ടതായിരുന്നു തൊടുപുഴയിൽ. എന്നാൽ മഴ കാരണം സിനിമയുടെ ചിത്രീകരണം മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തായാലും സിനിമയുടെ ചിത്രീകരണം ഉടനെ തുടങ്ങുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. നിവിൻ പോളി, അഖിൽ സത്യൻ സിനിമയായ ദ ഗോസ്റ്റ് സ്റ്റോറി എന്ന സിനിമയുടെ ചിത്രീകരണം ചോറ്റാനിക്കരയിൽ നടക്കുന്നുണ്ട്. ഈ മാസം 27 വരെയാണ് സിനിമയുടെ ഷൂട്ടിംഗ് ചോറ്റാനിക്കരയിൽ ഉണ്ടാവുക. പൂജ ഹെഗഡെ ഇപ്പോൾ ജനനായകൻ സിനിമയിലെ തൻ്റെ പോർഷൻസൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ദുൽഖറിൻ്റെ കാന്ത സിനിമയുടെ റിലീസ് ഓഗസ്റ്റ് 1-നായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വേഫാർ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റായ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയുടെ റിലീസ് ഈ വർഷം ഓഗസ്റ്റ് 28-നോ ഓഗസ്റ്റ് 29-നോ ആയിരിക്കുമെന്നാണ് റൂമേഴ്സ് വരുന്നത്. അതുപോലെ സിനിമയുടെ ബജറ്റ് 35 കോടിയോളം ആയിരിക്കുമെന്നും പറയുന്നുണ്ട്.